നമസ്കാരം. തിരുവനന്തപുരത്ത് ലുലു മാൾ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ വലിയ ആഘോഷമെന്നോണമാണ് ജനങ്ങൾ അത് ഏറ്റെടുത്തത്. ഇന്നും ആ ആഘോഷം തുടരുന്നുവെന്നതിന് തെളിവാണ് അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർശക തിരക്ക്. ഇപ്പോഴിതാ കൂടുതൽ പുതിയ മാളുകൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തന സജ്ജമാകാൻ പോവുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതിലൊന്നാണ് യുഎസിലെ ബോസ്റ്റൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടോറസ് തിരുവനന്തപുരത്ത് നടപ്പാക്കാനൊരുങ്ങുന്ന വൻകിട മാൾ. ഈ മാൾ യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിലെ ഏറ്റവും വലിയ മൾട്ടിപ്ലക്സ് സൗകര്യം കൂടിയാകും അതോടൊപ്പം യാഥാർത്ഥ്യമാവുക എന്ന റിപ്പോർട്ടുമുണ്ട്. ഏകദേശം 12 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ഈ മാൾ സജ്ജീകരിക്കപ്പെടുക എന്നാണ് ലഭ്യമാകുന്ന വിവരം. സെസ് ഏരിയ, നോൺ സെസ് ഏരിയ എന്നിവിടങ്ങളിലായിട്ടാണ് ഈ പദ്ധതി വികസിക്കപ്പെടുന്നത്. അതിൽ സെസ് ഏരിയയിൽ മാത്രം 12 ഏക്കറിലായിട്ടാണ് ടോറസിന്റെ 2 കെട്ടിടങ്ങൾ വരിക. 13 നിലകളിലായാണ് ആദ്യത്തെ കെട്ടിടം ഒരുക്കുന്നത്. ആദ്യ കെട്ടിടത്തിലെ 6 നിലകൾ IT കമ്പനികൾക്ക് ലീസിന് നൽകുമെന്നാണ് അറിയുന്നത്. അതുകൂടാതെ ഷോപ്പിംഗ് മാൾ, പാർപ്പിട സമുച്ചയം, ഓഫീസ് സ്പേസ്, ഫുഡ് കോർട്ട്, ഡേ കെയർ എന്നിവയും ഇവിടെ സജ്ജീകരിക്കപ്പെടും. അതേസമയം നോൺ സെസ് ഏരിയയിൽ ഒരുങ്ങുന്ന കെട്ടിടത്തിൽ ടോറസ് സെൻട്രൽ മാൾ, ക്ലാസ് എ ഓഫീസ് സ്പേസ്, ബിസിനസ് ഹോട്ടൽ, അപ്പാർട്ട്മെന്റ്സ് എന്നീ സൗകര്യങ്ങളാകും ഒരുക്കപ്പെടുക. ടോറസ് മാളിനെ കൂടാതെ ടെക്നോ പാർക്കിൽ യൂണിറ്റി മാൾ അഥവാ PM ഏക്ത മാൾ എന്ന പേരിൽ മറ്റൊരു മാളും ഒരുക്കപ്പെടുന്നുണ്ട്. ടെക്നോ പാർക്കിലെ പുതിയ വികസന പദ്ധതിയായ ഫേസ് 4ന്റെ ഭാഗമായി സജ്ജീകരിക്കപ്പെടുന്ന യൂണിറ്റി മാൾ പ്രാദേശിക കച്ചവടക്കാർക്ക് കൂടി ഉപകാരപ്രദമാകും വിധമാണ് സജ്ജീകരിക്കപ്പെടുന്നത്. പ്രാദേശിക ഉൽപ്പന്നങ്ങൾ, പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ, ജിയോ ടാഗ് ചെയ്ത പ്രൊഡക്ട്സ് തുടങ്ങിയവയ്ക്ക് ഈ മാളിന്റെ വരവ് ഗുണം ചെയ്യും. നിലവിൽ ഈ മാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. ആംഫി തിയേറ്റർ, വിശാലമായ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ, എക്സിബിഷൻ ഏരിയ, കോൺഫറൻസ് റൂം, വിപുലമായ പാർക്കിംഗ് സൗകര്യം, വലിയ ഓഡിറ്റോറിയം എന്നിവ ഉൾപ്പെടുന്നതാണ് യൂണിറ്റി മാൾ. അതുകൂടാതെ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഇവിടെ സജ്ജീകരിക്കപ്പെടുമെന്നും സൂചനയുണ്ട്. യൂണിറ്റി മാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള തുക ദീർഘകാല പലിശരഹിത വായ്പയായി കേന്ദ്ര സർക്കാരാണ് ലഭ്യമാക്കുന്നത്. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഈ പദ്ധതിയുടെ നിർവഹണ ഏജൻസി കിൻഫ്രയാണ്. ഇത്തരത്തിലുള്ള വൻകിട സംരംഭങ്ങളുടെ വരവ് തിരുവനന്തപുരത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തും. 2021 തലസ്ഥാന നഗരിയിൽ ലുലു മാൾ പ്രവർത്തനം ആരംഭിച്ചത്. 22 അടി വിസ്തൃതിയിലായി ഒരുക്കിയിരിക്കുന്ന തിരുവനന്തപുരം ലുലു മാളിൽ ഒരേ സമയം 2500 പേർക്ക് ഇരിക്കാനാകുന്ന ഫുഡ് കോർട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫുഡ് കോർട്ടുകളിൽ മുൻനിര സ്ഥാനം നേടിയ ഇടമാണ് തിരുവനന്തപുരം ലുലുവിലെ ഫുഡ് കോർട്ട്. അതുകൂടാതെ വിപുലീകൃതമായ മറ്റ് സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിത്യേന ആയിരക്കണക്കിന് ആളുകളാണ് ഈ മാൾ സന്ദർശിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം നഗരം വികസന പാതയിൽ മുന്നോട്ട് നീങ്ങുകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തന സജ്ജമായതോടെ നഗരത്തിന്റെ രൂപഭാവങ്ങൾ ഒന്നാകെ മാറി. തുറമുഖത്തിന്റെ അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ കൂടി പൂർത്തീകരിക്കപ്പെടുന്നതോടെ ഇന്ത്യയിലെ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നഗരമായി തിരുവനന്തപുരം വളരും. തുറമുഖത്തോടനുബന്ധിച്ച് ഒട്ടനേകം വ്യവസായങ്ങളും ഗതാഗത സംവിധാനങ്ങളും ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ധാരാളം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കൂടാതെ തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ച് നിരവധി ബിസിനസ് സംരംഭങ്ങളും അനുദിനം ഉയർന്നു വരികയാണ്. അതിൽ ശ്രദ്ധേയമായ 2 പദ്ധതികളാണ് ടോറസ് മാളും ടെക്നോ പാർക്കിലെ ഫേസ് 4ൽ സജ്ജീകരിക്കപ്പെടുന്ന യൂണിറ്റി മാളും. വാർത്തയുടെ നിറം തേടി തനിനിറം.